ഇന്ന് കുംഭം 1. പ്രസിദ്ധമായ മാവൂർ തിങ്ങലക്കടവിലെ മുത്തശ്ശിക്കാവിലെ വിശേഷങ്ങളാണ് ഇന്ന് സ്പോട്ട് മീഡിയ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മുത്തശ്ശിക്കാവിൻ്റെ മുഖ്യ രക്ഷാധികാരിയാണ്. എൻ്റെ പേര് രാജഗോപാലനാണ്. എൻ്റെ വീട് കായലം നടുപ്പുന്നത്തിൽ. മുത്തശ്ശിക്കാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊല്ലവർഷം 1650 പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് സാമൂതിരി മഹാരാജാവ് കോഴിക്കോട് വാണിടുന്ന സമയത്ത് തച്ചോളി ഓതേനും കുഞ്ഞാലി മരക്കാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തേവർ വള്ളൻ മുത്തപ്പൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം തച്ചോളി ഓതേനെ തൻ്റെ ആയോധന കലയെ കൊണ്ട് കീഴ്പ്പെടുത്തിയ ആളാണ്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ ചാനിയങ്കടവിൽ തച്ചോളി ഓതേനുമായി അംഗം വെട്ടി അവസാനം അദ്ദേഹത്തെ നാടുവാഴികൾ വളഞ്ഞു പിടിക്കാൻ ആക്രമിക്കാൻ നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ള പീഠം ചാനിയൻകടവിൽ, പയ്യോളിക്കടുത്തുള്ള ചാനിയൻകടവിൽ കുറ്റാടിപ്പുഴ അവിടെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ആ പീഠം പയ്യോളി വഴി അറബിക്കടലിൽ 7 കടലും നീന്തി തുടിച്ച് കോഴിക്കോടെത്തി കല്ലായി ചാലിയാർ വെള്ളത്തിൻ്റെ ഊർപ്പുളി വെള്ളത്തിൻ്റെ ഒഴുക്ക് കടലിനെതിരെ വരുന്ന സമയത്ത് ഈ പീഠപ്പലക ചാലിയാർക്കുടിയിൽ വന്ന് ഊറുകടവിനടുത്തുള്ള ചെറുപുഴ ചേരുന്ന ഭാഗത്തുകൂടി ചെറുപുഴയിൽ കടന്ന് മേലോട്ട് പോവുകയാണ് ഈ പീഠപ്പലക. ആ സമയത്ത് ഞങ്ങളുടെ 2 ആളുകൾ തെക്കപ്പുലയൻ കൊലയാട്ടുപുലയൻ എന്ന് പറഞ്ഞ ഞങ്ങളെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പുലയ സമുദായത്തിൽപ്പെട്ട 2 ആളുകൾ നിത്യ നിവൃത്തിക്ക് വേണ്ടി മുള ഇല്ലി വെട്ടുമ്പോൾ ഈ പലകകളെ ഒരു രൂപരേഖയുള്ള ഈ പലക നായക്കരിമ്പ് ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് എടുക്കുകയും ആ കിട്ടിയ ആൾക്ക് ദർശനം ഉണ്ടാവുകയും ചെയ്തു.
കച്ചവടത്തിന് ഒരു എത്ര കാലമായി? 4-5 കൊല്ലമായിട്ട് കച്ചവടം. എന്റെ വീട് പോലെ തന്നെ ഇവിടെ കച്ചവടം വേറെ സ്ഥലത്താണ്. ഇപ്പൊ ഇവിടെ ആയിട്ട് 4-5 കൊല്ലം. അതില്ല. എങ്ങനെയാണ് ഇവിടുത്തെ കച്ചവട രീതിയൊക്കെ? മോശമില്ല. കച്ചുകാരാണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതല്ലേ, കച്ചു കച്ചവടക്കാരാണ് മുത്താച്ചുകാർ കൂടുതൽ ഉണ്ടാകുന്നത്. ഈ കാവില് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടോ നിങ്ങളെ കാലം? മുത്താച്ചാവെന്ന് പറഞ്ഞാൽ 10-40 കൊല്ലത്തിന് മുമ്പ് മുത്താച്ചാവും. 10-40-50 കൊല്ലത്തിന് മുമ്പുണ്ട്. നമ്മളൊന്നും കൊടുത്ത വരാത്ത മുമ്പിലുണ്ട്. നിങ്ങളെ പോലെ കഴിഞ്ഞ തലമുറ ആരെങ്കിലും ഇപ്പൊ ഇവിടെ വന്നിട്ട്? കഴിഞ്ഞ തലമുറ ആരും ഇല്ല. നിങ്ങളാണ് ഇതിന് ആദ്യമായിട്ട് ഇവിടെ? ഏകദേശം എത്ര കൊല്ലമായിട്ടോ ഇവിടെ വന്നിട്ട്? ഇപ്പൊ കച്ചവടമായിട്ട് 4-5 കൊല്ലമായിട്ട്. 4 കൊല്ലമായി. ഇത് വൈകുന്നേരം വരെയാണ് ഇവിടെ കച്ചവടം? 6 മണി വരെ കച്ചവടം. 6 മണി വരെ എന്റെ എങ്ങനെയാ കച്ചവടമൊക്കെ? നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാവരും കച്ചവടം കിട്ടൂലേ? ഏറ്റവും കൂടുതൽ കച്ചവടം കൊട്ട, പായ, അങ്ങനത്തെ സാധനങ്ങളാണ് പോകുന്നത്. അതായത് വീട്ടിലെ ഉപകരണ ഏത് സാധനമാണെങ്കിലും ഇവിടെ കിട്ടും. ചേട്ടാ, ഈ 1 ലിറ്ററിന് എത്ര വരുന്നത്? 10 രൂപ. ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. കുറെ കാലമായി? ഒരു 5-10 വർഷമായി. എത്ര മണി വരെ അത് ഉണ്ടാവും? ഇത് 5 മണി വരെ. 5 ദിവസം മാത്രം. ഏതാണ്ട് കച്ചവടത്തിന്റെ ലാഭമൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്തൊക്കെ കച്ചവടം ചെയ്യാം? ഇവിടെ കച്ചവടം പൊടി, പാത്രങ്ങൾ, കലങ്ങൾ, വീട്ടുപകരണങ്ങൾ, പച്ചക്കറി വിത്തുകൾ, എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റംസും ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമില്ല. അപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അല്ല, ഇവിടെ ഉത്സവ പരിപാടിയായിട്ടുണ്ടല്ലോ? ഉള്ളിൽ കാവിലുണ്ട് ഉത്സവമുണ്ട്. ഉത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു കാവുണ്ടല്ലോ, അത് ഇന്ന് തന്നെയാണ്. അത് രാത്രിയാണ്. ആയിക്കോട്ടെ, ശരി. എവിടെയാ സ്ഥലം നിങ്ങളെ? പൂവാട്ടുപറമ്പ്. ഇവിടെ എത്ര കാലമായി? 10-50 കൊല്ലായി. ഈ കാവില് വന്നിട്ട്? ഈ കാവില് 10-50 കൊല്ലായിട്ടില്ല. ഇല്ല, സ്ഥിരമായിട്ട് വരും നിങ്ങൾ എന്തായാലും? ഞങ്ങളിവിടെ അടുത്താണ്. അതാണ്. ഇപ്പൊ ഇത് നോക്കിയിട്ടാണ് നമ്മളെ ജീവിതം, ഞങ്ങൾ കൈ നോക്കിയിട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ. ഒരു ഉദ്യോഗസ്ഥന്മാരില്ല. എനിക്ക് 3 മക്കളാണ്. 2 പെണ്ണാണ്. മകന് 3 പെൺകുട്ടികളാണ്. 3 മക്കൾ കൊണ്ടുപോയിട്ടില്ല. ഭാര്യത്തേക്ക് പോയതാണ്. അതെങ്ങനെയാ നമ്മളെ ഇത് മാത്രമാണ് കൈനോക്കിലെ കുടുംബം ജീവിക്കുന്നത്? ആൺമക്കളൊക്കെ ചെറിയ മക്കളല്ല, മകന്റെ പെൺകുട്ടികളാണ്. അതൊക്കെ എന്ത് നയിക്കാൻ പോകാൻ? ആൺകുട്ടികളില്ലല്ലോ. ഒരു മകനൊക്കെ ഒരു സുഖമല്ല. അല്ല, ഇവിടെ ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ടോ കൈ നോക്കിയിട്ട്? ആരെങ്കിലും വരും, എപ്പോഴെങ്കിലൊക്കെ വരും. വരൂല്ലേ? കുറെ ആൾക്കാരുണ്ടല്ലേ നിങ്ങളെ ഇവിടെ തന്നെ? കുറേ കുട്ടികളുണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. വൈകുന്നേരം വരെയല്ലേ എന്നുള്ളത്? ഇല്ല, അതുപോലെ കുറച്ചു നേരം ഉണ്ടാവുമല്ലോ. കുറച്ചു നേരം ഉള്ളല്ലേ? ഒരു 3 മണി വരെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു കാവുണ്ടല്ലോ, അതിനോട് പോവില്ല. അതൊന്നും കിട്ടൂല. വീട്ടിൽ പോകും. അപ്പൊ ഈ തൊഴിലിനോട് തന്നെ നമുക്ക് ഉപജീവനം കഴിയണം. മരണം വരെ. അതല്ലേ? ഇപ്പൊ പറയാൻ പറ്റില്ല, ഈ ജോലിയെല്ലാം ഇപ്പൊ ചെയ്യാനും പറ്റില്ല, വയസ്സൊക്കെ ആയില്ലേ? പിന്നെന്താ, 70 വയസ്സായില്ലേ? 90 വയസ്സായ? 90 ആയിട്ടില്ല, 70 വയസ്സ്. ഇങ്ങനെ പോണു. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിയിട്ടില്ല. കൈ നോക്കിയിട്ട് ഒന്നല്ലെങ്കിൽ ഒരു ദിവസം കിട്ടും. കാര്യമില്ല, ഓരോരുത്തർ ഓരോ തൊഴിലിൽ ഏർപ്പെടുക എന്നല്ലാണ്ട് ഒരു രക്ഷയില്ലല്ലോ. ദൈവത്തിന്റെ ഓരോ. ശരി. ഇതിപ്പോ എന്തിനു ആർക്ക് വേണ്ടി? സുഭാഷ് അല്ലേ? മുത്തശ്ശികാവില് വന്നപ്പോ ഫുള്ളായിട്ട് നിങ്ങള് അത് സുഭാഷ് തന്നെ സുഭാഷിന് വേണ്ടിയിട്ട് മുത്തശ്ശികാവിൽ 1-ാം തീയതി ഉത്സവത്തിന് ഞങ്ങൾ ഫുള്ള് സുഭാഷിന് വേണ്ടിയിട്ടുള്ള പിരിവിലാണ്. അവരുടെ 2 കിഡ്നി മാറ്റി വെക്കുന്ന സർജറിക്ക് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടാണ്. അതിപ്പോ എത്ര ലക്ഷം രൂപ ഏകദേശം പറഞ്ഞു? 40 ലക്ഷം രൂപ. അപ്പൊ ഇതിന് പുറമെ പിന്നെ നമ്മള് വാർഡ് മെമ്പർ അങ്ങനെ ആയിട്ട് ആരെങ്കിലും വാർഡ് മെമ്പർ ഒരു മാസത്തോളൊക്കെ അപ്പൊ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ടില്ല. അതിന് വേണ്ടിയുള്ളത് അല്ലേ?
ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ്. ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഐറ്റംസിന് 10% മുതൽ ഡിസ്കൗണ്ട് ഉണ്ട്. നവംബർ 18 മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ 10% മുതൽ 50% വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.